ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ യാത്രയൊന്നുമല്ല, ഒരു കുട്ടി യാത്ര. നമ്മുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത്, കോന്നിയിലുള്ള ശ്രീ ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പല കാരണങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. വൈകിട്ടാണ് പോയത്. പോണ വഴിക്ക് ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡൊക്കെ അടിപൊളിയായിട്ടുള്ള റോഡുകളാണ്. അത് ഭയങ്കര ഗ്രാമീണ ഭംഗിയുള്ള റോഡുകൾ എന്നൊക്കെ പറയാം. ഒത്തിരി അങ്ങ് സിറ്റി ഇതല്ലാണ്ട് കുറച്ചുള്ളിലേക്കുള്ള സ്ഥലമാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പോണ വഴിക്ക് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ഇവിടുന്ന്, എന്നാലും നമ്മൾ എൻജോയ് ചെയ്താണ് പോയത്. നല്ല വഴിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറുമ്പം ഫുള്ള് റോഡ് ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കൊക്കെ ആണെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി പാടുപെട്ട് അങ്ങനെയൊക്കെ വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് വേറൊരു അമ്പലം കൂടെ കണ്ടു. അത് ശിവക്ഷേത്രമാണ്. ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു അമ്പലമൊക്കെ കുറച്ച് പകൽ സമയം കുറച്ച് കൂടുതൽ സമയമുണ്ട്. നമ്മൾ ഇച്ചിരി പോയപ്പോൾ ലേറ്റ് ആയിരുന്നു, 11:30 ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ എന്നാലും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ പോണ അമ്പലമാണെങ്കിൽ വയ്യോളം ഓപ്പൺ ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ വേണ്ടി. കുറച്ച് താഴത്തായിട്ടാണ് അമ്പലം. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴെ ചെന്ന് അവിടുന്ന് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് അവിടുത്തെ ശ്രീകോവിലിനായിട്ടൊന്നുമില്ല, ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഇതിലാണ്. അതൊക്കെ കണ്ട് പിന്നെ കുറച്ച് വഴിപാടിനുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തൊഴുത്. അവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട്. എനിക്ക് ആരുടെയും പേരൊന്നും ഓർമ്മയില്ല. പല കേട്ടിട്ടില്ലാത്ത അങ്ങനത്തെ കുറേ പേരുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മൾ പോയത് സൺഡേ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ കേട്ടുകേഴ്വിയുള്ള ആൾക്കാരൊക്കെ തന്നെ അത് ഒരുപാട് പേര് വരുന്നുണ്ട്. ഒത്തിരി വഴിപാടും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ അവിടെ നമ്മൾ തൊഴുതു. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നദാനം ഉണ്ടാവും. അത് ഭയങ്കര ടേസ്റ്റാണ് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, കഞ്ഞിയും പയറും അച്ചാറും അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു. നല്ല ചൂടായിരുന്നു, പുറത്തും നല്ല ചൂട്, കഞ്ഞിക്കും ഭയങ്കര ചൂട്. അങ്ങനെയായിരുന്നു. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് നമ്മൾ പിന്നെ കുറച്ച് നേരം അതുവഴി നടക്കണം. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് അവിടെ. അപ്പോൾ കുറച്ച് നേരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് തൊഴുത് അവിടുത്തെ ഓരോ ഇതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടക്കുകയാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ തൊഴുതിറങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അതുവഴിയൊക്കെ നടന്ന് എല്ലാം ഒന്നുകൂടെ ഒന്ന് കണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. റിച്ചൂട്ടനെ കൊണ്ട് പോകുന്ന ഫസ്റ്റ് ടൈം പോകുന്നതാണ്. അവനത് കാണുമ്പോൾ ഭയങ്കര രസം തോന്നി. കാരണം അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നോർമൽ അമ്പലം പോലല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ചുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നോക്കി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോഴാണ് ആ കളിപ്പാട്ടത്തിൻ്റെ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു പാലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് കാണാൻ വേണ്ടി പോവാം. അതിനിടയ്ക്ക് ഞങ്ങൾ മോദകം വാങ്ങിച്ചായിരുന്നു. അപ്പം ഭയങ്കര കട്ടിയാണ്, അപ്പം അത് മുറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് കടിച്ച് ഞങ്ങൾ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് മോദകം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന കുറച്ചുകൂടെ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അത് അച്ചൻകോവിലൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ പാലത്തിലെത്തി. അവിടെ വന്ന് കുഞ്ഞിനെ കുറച്ച് നേരം അവിടെ നിർത്തി. അവന് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഇപ്പോഴൊന്നും പുറത്ത് പോകുന്നില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും പോകുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിപ്പിച്ച് അവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അവിടുന്ന് നേരെ തിരിച്ച് അച്ചൻകോവിലേക്ക് പോകും. ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പോയാലോന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ പറഞ്ഞാൽ റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണ്, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്, അപ്പോൾ അധികം പോകണ്ടെന്ന് എല്ലാവരും അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെയും ഭയങ്കര വലിയൊരു ആറ് പോലെയുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഫുൾ കാടും ഇതുമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര വീതിയുള്ളൊരു ആറുമാണ്. അങ്ങനെ അതെല്ലാം കണ്ട് പാലത്തിലൊക്കെ ഒത്തിരി പേര് വന്നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് നമ്മളും കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പതുക്കെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.